അപ്പൊ ഇന്ന് പുതിയൊരു അധ്യയന വർഷത്തിന്റെ തുടക്കമാണ്. ഒരു പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും അറിയാം, ഈ ഒരു മാസം സ്കൂൾ തുറക്കുന്ന മാസം എന്നൊക്കെ പറഞ്ഞാൽ അതെ ഇവിടെ സങ്കടം വരുന്നു. ഇവിടെയൊക്കെ സങ്കടം, ഇവിടെ അഭിനയത്തിന്റെ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. അഭിനയിച്ച് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഒരു മിക്സഡ് ഇമോഷൻസ് ആണ് എപ്പോഴും സ്കൂൾ തുറക്കാന്ന് പറയുമ്പോൾ. കാരണം ഒന്ന് വെക്കേഷൻ അടിച്ചു പൊളിച്ചിട്ട് പെട്ടെന്ന് സ്കൂൾ തുറക്കുന്നതിന്റെ ഒരു സങ്കടം, പിന്നെ സന്തോഷം എന്ന് പറയുന്നത് ഇത്രയും നാൾ കൂട്ടുകാരെയൊന്നും കാണാതിരുന്നിട്ട് പെട്ടെന്ന് സ്കൂൾ തുറക്കുമ്പോൾ എല്ലാരെയും കാണാൻ പോകുന്നതിന്റെ ഒരു സന്തോഷം അല്ലേ, പിന്നെ പഠിക്കാൻ പോകുന്നതിന്റെ സന്തോഷം. സന്തോഷമില്ലേ? അപ്പൊ എന്തായാലും പുതിയ സ്കൂള് തുറക്കാൻ പോവാണ് എല്ലാവരും. അപ്പൊ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ ഏതെങ്കിലും സബ്ജക്ട്സിനൊക്കെ മാർക്ക് കുറവായിരുന്നെങ്കിൽ ഈ വർഷം നമ്മൾ ആ സബ്ജക്റ്റിന് മാർക്ക് നേടിയിരിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഈ തവണ സ്കൂളിലേക്ക് കയറിച്ചില്ല അല്ലേ? കൈയടിക്കുക ഗൈസ്. പക്ഷേ നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മെമ്മറി നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നായിരിക്കും. അപ്പൊ അത് മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്യുക. അപ്പൊ എല്ലാവരും പുതിയ യൂണിഫോം, പുതിയ ബുക്സ്, പുതിയ വാട്ടർ ബോട്ടിൽ, പെൻസിൽ ബോക്സ് ഒക്കെ, ലഞ്ച് ബോക്സ്, ഇതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ എല്ലാം പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് കയറിച്ചില്ല, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ വക ബെസ്റ്റ് വിഷസ് അറിയിക്കുകയാണ്. എടാ ക്ലാസ് തുടങ്ങാറായി. ഗോ ടു ദി ക്ലാസ്സസ്. ഓടിക്കോ. അപ്പൊ ഇന്നും ബാബുക്കയുടെ പാട്ടുകളും ചാലഞ്ച് റൗണ്ടൊക്കെ ആയിട്ട് ഞങ്ങൾ ഇതാ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനു മുന്നേ ഞാൻ എന്റെ ജഡ്ജസിനെ വെൽക്കം ചെയ്തിട്ട് വരാം. മഞ്ജരി ചേച്ചി, ശരത് സാർ, ശബ്ദമില്ലേ? കോപ്പി അടിച്ചു. അങ്ങനല്ല, ഞാൻ മാത്രം എന്തിനാ പിന്നെ നോർമൽ ആയിട്ടിരിക്കുന്നത്? ശബ്ദം വന്നില്ല. രാഹുലേട്ടാ. സോ ഇന്നത്തെ എപ്പിസോഡില് ഫസ്റ്റ് ബാബുക്കയുടെ റൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാടാൻ വരുന്നു നമ്മളുടെ വൈഗ ലക്ഷ്മി. അനുരാഗ മധുചഷകം അറിയാതെ മോന്തി വന്ന മധുമാസ ശലഭമല്ലോ, മധുമാസ ശലഭമല്ലോ, മധുമാസ ശലഭമല്ലോ, മധുമാസ ശലഭമല്ലോ. അനുരാഗ മധുചഷകം അറിയാതെ മോന്തി വന്ന. വൈഗ, എന്തോ ആ ലാസ്റ്റ് ഒക്കെ ഭയങ്കര സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു. ഭാർഗവ നിലയത്തിലെ പാട്ടായോണ്ടാണോ വൈറ്റ് ഡ്രസ് ഇട്ട് വന്നേ? അതെ, ഇതും അല്ലല്ല, ഇത് ഇവിടെ ലാസ്റ്റ് പാടാൻ വന്ന പാട്ട് ബെഡ്ഷീറ്റ് വെച്ചിട്ട് ഒരു ഫ്രോക്ക് തയ്ച്ചിട്ടാ വന്നേ. ഇത് അതെ, ക്രിയേറ്റീവാ. ഇത് എന്ത് ഡ്രസ്സല്ല, ഭാർഗവി എന്നുള്ള ക്യാരക്ടർ മരിക്കുന്നതിന് മുമ്പുള്ള പാട്ടല്ലേ. അപ്പം സാരി മരിക്കാനുള്ള തയ്യാറെടുപ്പാ, ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ട്. അല്ല, അത് ഷൈനിങ് ആയിട്ടുള്ള ഡാൻസ് ഒക്കെ അല്ലേ, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ചോദിക്കാം. ചേച്ചി സൂപ്പർ. താങ്ക് യു. കിടിലം. എന്താ പറയാ, സൂപ്പർ സ്റ്റാറില് ഇത്രയും കിടിലമായ ആൾക്കാരാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് കിടിലം പെർഫോമൻസസ് ആണ് കാഴ്ചവെക്കുന്നത്. അപ്പൊ മോളെ സൂപ്പർ. ഈ പാട്ട് അങ്ങനെ എളുപ്പത്തിൽ പാടാൻ പറ്റിയ ഒരു പാട്ടല്ല, മനോഹരമായിട്ട് പാടി. ക്യൂട്ടായിരുന്നു കേൾക്കാൻ. നമുക്ക് അധികം ഒരു സ്ട്രെയിൻ ചെയ്യുന്ന മാതിരി തോന്നുന്നില്ല, അനായാസമായിട്ട് പാടിപ്പോന്നു. ഇതിൽ ചില സ്ഥലത്ത് മാത്രം പെട്ടെന്ന് അങ്ങ് കട്ടായി പോന്നു. ഒരു ചെറിയ സസ്റ്റെയിൻ, ഫിനിഷിങ്ങിൽ ഒരു ചെറിയ സസ്റ്റെയിൻ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ചില സ്ഥലത്ത് മോളങ്ങ് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് അതങ്ങ് അവിടെ കട്ടായി പോന്നു. അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇതിൽ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കും. കാരണം ഇത് അങ്ങനത്തെ ഒരു പാട്ടാണ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാട്ട് അസലായിട്ട് പാടി മോള്. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ, മോളെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മക്കളെ. സൂപ്പർ. കാര്യം അത് ഭീകര പാട്ടായിരുന്നു. കാര്യം നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഇതേ പേസിൽ അങ്ങ് പോകുന്നു. അവസാനം ചതിക്കുഴിയാ ചെയ്ത് വെച്ചേക്കുന്ന മാഷ്. വീട് മരിക്കും പാടുന്നവര്. അസാധ്യം. മോളത് ഉഗ്രമായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. അതെന്താണ് പറ്റിയത്?
അതിൽ ഈസി ആയിട്ട് പാടാൻ പറ്റിയ ഒരെണ്ണം ഏരിയ അതേ ഉള്ളൂ. അതാണ് നിനക്ക് കുറച്ച് കൈ വിട്ടു പോയത്. എന്തര് അത് പാടിയേ? മധുമാസ ഉമ്മക്ക് ഇപ്പം നന്നായടാ. അത് ഞാൻ വിചാരിച്ചു ഇത് ഇത്രയും ഇന്ന് കഴിഞ്ഞിട്ടുള്ളതപ്പോൾ ഈ കൊച്ചെങ്ങനെ പാടും എന്ന് വിചാരിച്ചപ്പോൾ എടുത്തു വെച്ച് അലക്കുന്നു. സർ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. അയ്യോ എന്താ ഈ പാട്ടിന് പറ്റിയ വോയിസ് ആണ്. ഒരു പഴയ ഒരു റെട്രോ കാലഘട്ടത്തിലുള്ള ഒരു ശബ്ദം മോളുടെ. ഇതിന് പറ്റിയ, ഈ പാട്ടിന് പറ്റിയ ഒരു ശബ്ദം. വേറെ ഈ പാട്ടൊന്നും പാടല്ലേ ഇനി അങ്ങനെ മക്കളെ? അത് ആ ടോൺ നല്ല ഒരു കറക്റ്റായി പാട്ടിന് ചേരുന്നെന്ന് ആ മഞ്ജരി ഉദ്ദേശിച്ചത്. അല്ലാതെ ഇനിയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ആരും മക്കളെ വിളിക്കരുതെന്നല്ല കേട്ടോ. ഇത്തരത്തിലുള്ള പാട്ടുകൾ നമുക്ക് നല്ലോണം ചേരുന്നു. മോഡൽ റേഞ്ചിന് പാട്ട് കിട്ടിയാൽ നീ വെച്ച അലക്കുവാടാ, അത് ഉറപ്പ്. നമുക്ക് മുകളിലൊക്കെ ഒരു അത് കുഴപ്പമില്ല. ഇപ്പം അങ്ങനൊന്നും ഇല്ല അല്ലേ രാഹുലേ? മക്കളെ എനിക്ക് ആ നെഞ്ചിലെ സ്വപ്നങ്ങളൊന്ന് പാടിത്തരൂ. നെഞ്ചിലെ സ്വപ്നങ്ങൾ വാടിക്കൊഴിഞ്ഞാലും പുഞ്ചിരി കൊള്ളും ഞാൻ. അപ്പൊ ഓക്കെ, കുഴപ്പമില്ല, ഇപ്പൊ പുഞ്ചിരി കൊള്ളാം. അതുപോലെ മക്കളെ ഈ എന്താണ് ആ മുകളിലുള്ള പോർഷൻ ഏതാണ് മോളെ? ചിറക്. അത് ദീപമാണോ? മറക്കില്ല അത് മനസ്സിലായില്ലേ? വേറെ എന്തോ തിന്നുന്ന കുനാഫാന്നങ്ങാട്ടാ കേട്ടത് ഞാൻ. അതിനൊരു ക്ലാരിറ്റി വേണം മോളെ. ഒരു കുറച്ചും കൂടെ ഒന്ന് കൃത്യമായിട്ട് പാടാമോ? നല്ല അക്ഷരസ്ഫുടതയോട്ടെ പാറു. നോക്കൂ പ്ലീസ്, ചെക്ക് ആൻഡ് റിവേർട്ട്. ചിറകു കരിഞ്ഞാലും ചിതയിലെരിഞ്ഞാലും പെരയില്ലെൻ ദീപത്തെ ഞാൻ വിട്ടുപെരയില്ലെൻ ദീപത്തെ ഞാൻ. സൂപ്പർ. പിരിയില്ല. അത് മോള് കുറച്ച് അങ്ങനെ ആ റേഞ്ച് ആയതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല. ഇല്ല നമുക്ക് എഴുതി കാണിക്കാം വിട്ടുപിരിയില്ല എന്നുള്ളത്. എടുത്ത് കൈ പിടിച്ചാൽ മതിയല്ലോ. അത് പാടുമ്പോൾ ഒരു കൺഫ്യൂഷനും കാണത്തില്ല. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. അത് എന്തൊക്കെയായാലും ഇതങ്ങനെ ഈസി ആയിട്ട് പാടാൻ പറ്റത്തില്ല മോളെ. അത് നമുക്ക് ശ്വാസം മുട്ടും ഇത് കേൾക്കുമ്പോൾ. ഇതെങ്ങനെ ബ്യൂട്ടിഫുൾ. ഇനി ഇത് എഴുതിയത് ആരാണ്? എഴുതിയത് പി ഭാസ്കരൻ മാഷ്, മ്യൂസിക് ബാബുക്ക, പിന്നെ പാടിയത് ജാനകി. പറയാനുണ്ടോ? ആ അമ്മയ്ക്കൊക്കെ ഇത് അലുവ തിന്നുന്ന പോലെ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ചുമ്മാ പാടിക്കളെ. ഒരു കന്നഡത്തിലാണെന്ന് തോന്നുന്നൊരു പാട്ട്. ഈ രാഗമാലിക ഒരെണ്ണം മാറി 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 വരുന്നത് ഒരു നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു എൽ വൈദ്യനാഥൻ സാറാണ് മ്യൂസിക് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കൃത്യമായിട്ട്. ഒരു അസാധ്യ പാട്ട് അത് ചുമ്മാ പാടി വെച്ചേക്കും. അമ്മ പ്രണാംസ്, വേറെ ഒന്നുമില്ല. അപ്പം മക്കളെ കലക്കിടാ. താങ്ക് യു സർ. താങ്ക് യു സർ. രാഹുലേട്ടാ വൈഗ കുട്ടി എന്തോ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. ഞാൻ ശ്രദ്ധിച്ചത് മോക്ക് ഓൺ സ്റ്റൈലുണ്ട്. പാടുന്നതിനൊരു സ്വന്തമായിട്ടുള്ളൊരു ശൈലിയിലാണ് പാടുന്നത്. പിന്നെ ഇതുപോലെ വളരെ സിംഗിങ് വിത്ത് ഈസ് എന്ന് പറയില്ലേ, അത് വളരെ ഇപ്പോൾ ടഫായിട്ടുള്ള സംഗതികൾ ഒത്തിരി ഉണ്ട്. പക്ഷെ മോളത് ഭയങ്കര, ഞാൻ വിചാരിച്ചു ഇത്ര എളുപ്പമാണോ ഇത് പാടാൻ എന്ന് വിചാരിച്ചു. എക്സ്പ്രഷൻസ് കണ്ടപ്പോൾ യു ആർ സിംഗിങ് വിത്ത് സോ മച്ച് ഈസ്. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. ഇപ്പം പറഞ്ഞു, ഇപ്പം മഞ്ജരി പറഞ്ഞില്ലേ റെട്രോ സോങ്ങിനെ പറ്റിയത്. എനിക്ക് തോന്നുന്നു ഈ ഓൺ സ്റ്റൈലുള്ളതുകൊണ്ട് അതൊരു നല്ലതാണ് ആക്ച്വലി കേട്ടോ. ഒരു യു ആർ എ വെരി എന്താ പറയുക യൂസബിൾ പ്രോഡക്റ്റ് ഫോർ എ കമ്പോസർ. അല്ല ഞാനൊരു എൻ്റെ ഒരു പാട്ട് കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ട് ആണല്ലേ? യെസ് യെസ്, നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും എന്ത് പാട്ട് പാടിയാലും ഇപ്പം നമുക്ക് ചിലപ്പോൾ ഇപ്പം ഈ ചില പാട്ടുകൾ നമ്മൾ വേറെ രീതിയിലൊക്കെ പാടുമ്പോൾ ഓൺ സ്റ്റൈലിൽ പാടുമ്പോൾ നമുക്ക് ഒന്ന് ഏച്ച് കെട്ടിയ പോലെ തോന്നാറുണ്ട്. കാരണം നമ്മൾ വളരെ കേട്ട് പരിചയിച്ച ചില കാര്യങ്ങൾ അല്ലേ അങ്ങനെ. പക്ഷെ മോളത് പാടിയിട്ട് എനിക്ക് അത്ര അങ്ങനെ ഒന്നും ഒട്ടും അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമായിട്ട് തോന്നി. ബട്ട് ഐ ഫെൽറ്റ് ദാറ്റ് ഓക്കെ ദിസ് ഇസ് നൈസ് ടു ഹിയർ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ നമുക്ക് തോന്നില്ല. ആസ് എ ഹോൾ ഒരു ആനച്ചന്തത്തിൽ അതങ്ങോട്ട് നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഈവൻ ചില സംഗതികളൊക്കെ ഈ ശലഭമല്ലോ തുണ്ടുവല്ലഭിൽ പാടിയ മധുമാസ ശലഭമല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ലാസ്റ്റുള്ള ആലാപ്സ് പാടിയപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി കമൻഡബിൾ അപ്രോച്ച് കേട്ടോ. ഗോഡ് ബ്ലെസ്. താങ്ക് യു രാഹുൽ. പിന്നെ ഞാൻ സാർ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഓർക്കുന്നില്ല. 2-3 വർഷം മുമ്പാ വിപിൻ സാറും പിന്നെ രാഹുൽ സാറും ഞാനും കൂടെ വാസ്കോഡഗാമ എന്നുള്ള പാട്ടൊരു ഫ്ലോറിൽ പാടിയിട്ടുണ്ട്. ദൈവമേ, നല്ല ആവശ്യം ഉണ്ടായിരുന്നു രാഹുൽ.
ഞാൻ പറഞ്ഞില്ല ഓരോന്നൊക്കെ സൂക്ഷിച്ചും കണ്ട് ചെയ്യണമെന്ന്. പിന്നെ ഞാൻ ആ ഫ്ലോറിൽ നിന്ന് ഒരു ഒറ്റ ഓട്ടമായിരുന്നു, തിരിഞ്ഞു നോക്കാതെ. മോളെ ഒന്ന് നേരിട്ട് കണ്ടോട്ടെ. ഇത്രേ ഉള്ളായിരുന്നു. അതാണ് അതാ ഓർമ്മ വരാ. അന്ന് ഇങ്ങനാ നോക്കിയത്, ഇന്ന് ഇങ്ങനെ. അപ്പൊ എന്തായാലും വെരി ഓൺ സ്റ്റൈൽ ഉണ്ട്, അത് കീപ് ഇറ്റ് അപ്പ് കേട്ടോ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. ഇനി മാർക്സ്. രാഹുലേട്ടാ. ചുമ്മാ കൊടു രാഹുല. 9. താങ്ക് യു സർ. താങ്ക് യു. ശരത് സർ. 9.1. താങ്ക് യു സർ. ചേച്ചി എന്തായിരിക്കും? 9.2. താങ്ക് യു ചേച്ചി. സോ ടോട്ടൽ 27.3. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ സ്റ്റാർ 2-ന്റെ പ്രിലിമിനറി റൗണ്ട് ജഡ്ജായിരുന്നു ഞാൻ. ഓക്കെ. അപ്പൊ അന്ന് പാടിയിരുന്ന കുട്ടികളൊക്കെ ഇപ്പൊ നിങ്ങളൊക്കെ പാടുന്ന സമയത്ത് ഞാൻ കേൾക്കായിരുന്നു, ഇത്രയും കഴിവ് ഉള്ള കുട്ടികളാണ് ഇവിടെ പാടുന്നത്. സർ, എന്തായാലും റിയാലിറ്റി ഷോ വിന്നർ ആയിരുന്നു ഞാനിവിടെ പറയായിരുന്നു, നമ്മുടെ മേരി അവസ്ഥ. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ ഒരു റിയാലിറ്റി ഷോ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ, എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു ടിപ്സ്, എന്തെങ്കിലും ഒരു എൻകറേജ്മെന്റ്, എന്തെങ്കിലും? ഞാൻ പാടിയിരുന്ന കാലത്ത്, അല്ലെങ്കിൽ ഞാൻ റിയാലിറ്റി ഷോയിലൊക്കെ പാടിയിരുന്ന കാലത്ത് ഇങ്ങനെയൊന്നും അല്ല. ഇവരൊക്കെ വളരെ കോൺഫിഡൻ്റ് ആണ്. ഞാൻ ആലോചിക്കായിരുന്നു, ഞാനൊക്കെ ആദ്യം റിയാലിറ്റി ഷോയിൽ പോകുന്ന സമയത്ത് എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി. ആകെ ഫസ്റ്റ് ഞാൻ ആ ഓഡിഷൻ സമയത്ത് എനിക്ക് തീരെ നന്നായി പാടാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തലയിലെഴുത്തെന്നൊക്കെ പറയില്ല, എന്നെ തിരിച്ച് വിളിച്ച് പിന്നെ വീണ്ടും പാടി, പിന്നെ ഞാനത് ജയിക്കുകയുണ്ടായത്. അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. അന്ന് ഇവരൊക്കെ ആദ്യം മുതലേ വളരെ കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ ഇവർക്ക് എന്ത് ഉപദേശം കൊടുക്കാനാണ്, എല്ലാവരും നന്നായി പാടുന്നുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് കേൾക്കുകയായിരുന്നു. അന്നൊക്കെ എനിക്ക് ഇതേപോലെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര കൂടുതൽ നന്നായി പാടാമായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കാറുണ്ട്. എന്തായാലും വളരെ പ്രതിഭാശാലികളായ കുട്ടികളാണ് എല്ലാവരും. പ്രദീപ് സാർ, നമ്മൾ പറയായിരുന്നു ഒരുപാട് മ്യൂസീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന്. എസ്പെഷ്യലി ഇപ്പൊ എടുത്ത് പറയണെങ്കിൽ രവീന്ദ്ര മാസ്റ്റർ അല്ലേ, എങ്ങനെയായിരുന്നു മാസ്റ്ററുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ? മാസ്റ്ററെ ഞാൻ പരിചയപ്പെടുന്നത് മാളാരവിന്ദൻ ചേട്ടൻ വഴിയാണ്. അപ്പം മാസ്റ്ററിൻ്റെ പാട്ടുകൾ കേട്ടിട്ട് എന്നോട് മദ്രാസിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ മദ്രാസിലേക്ക് മാളച്ചേട്ടൻ തന്നെയാണ് കൊണ്ടുപോയത്. പിന്നെ എന്നോട് അവിടെ താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ രവീന്ദ്രൻ മാസ്റ്റർ വീടിന്റെ നേരെ മുമ്പിൽ താമസിക്കാനിടയായി. ഓപ്പോസിറ്റ് ആയിട്ട് മാഷിനെ. അതെ, അന്ന് നമ്മുടെ അണ്ണാച്ചിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പാട്ട് പാടിയ ഒരു ഓണപ്പാട്ടായിരുന്നു, ഇന്ന് ഞാൻ എൻ്റെ പൊന്നുമോനോടത്ത് എന്ന് പറയുന്ന ഒരു പാട്ട്. അത് ശരത്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോഗ്രാമിങ് ചെയ്തത്. അപ്പോൾ അത് ഇന്നും ഓർക്കുന്നു. നല്ലൊരു പാട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാഷ് എന്നെ ഒരുപാട് പാട്ടുകൾ അന്ന് ട്രാക്കൊക്കെ പാടി വരുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊരു യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുത്ത് എൻ്റെ ജോലി പോയി. അതോടുകൂടി എൻ്റെ സിനിമാ ജീവിതവും ഒക്കെ അതെല്ലാം അവസാനിച്ചു അവിടെ. ഞാൻ അങ്ങനെ പാടി വരികയായിരുന്നു, ട്രാക്കൊക്കെ പാടി വരുന്ന സമയത്താണ് അത് ഉണ്ടായത്, ഒരു യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ. അത് 2.5 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ജോലി പോയി. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. പിന്നെയാണ് മേരി അവാർഡ് സുനോ സംഭവിക്കുന്നതും. പിന്നെ തിരിച്ചെന്നെ വിളിച്ചത് രവീന്ദ്രൻ മാഷ് തന്നെയാണ്. രവീന്ദ്രൻ മാഷ് ആദ്യത്തെ എൻ്റെ റിലീസായ സിനിമ മന്നാടിയർ പെണ്ണിന് ചെങ്കോട്ട ചെക്കൻ, പിന്നെ കല്യാണ പിറ്റേന്ന്, പിന്നെ ജോൺസൺ മാഷിന്റെ മാനസം, അങ്ങനെ ഒരുപാട് നിരവധി സിനിമകൾ ഞാൻ പാടി. ഇതൊക്കെയാണ് എൻ്റെ സിനിമ. അതിൽ ട്രാക്ക് പാടിയത് ഞാനാണ്. അതിന്റെ പഴം തമിഴ് പാട്ടും ഒരു മുറൈ വന്ന് പാർത്തായ, ഇത് രണ്ടും ഞാൻ തന്നെ പാടിയത്. അപ്പൊ അത് പ്രേക്ഷകരെ കേൾക്കുന്നതിന് മുമ്പേ കേട്ടു. അതെ, അല്ല അത് നേരിട്ട്. എന്തായാലും പ്രദീപ് സാറിന്റെ പാട്ട് കേൾക്കണ്ടേ? സാർ, ഏത് പാട്ടാണ്? ഞാൻ പാടുന്നത് ബാബുക്കയുടെ സുറുമ എഴുതിയ. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമയെഴുതിയ മിഴികളെ
പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ സുറുമയെഴുതിയ മിഴികളെ ഒരു കിനാവിൻ ചിറകിലേറി ഓമനാളെ നീ വരൂ ഒരു കിനാവിൻ ചിറകിലേറി ഓമനാളെ നീ വരൂ നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ സൂപ്പർ ആഹാ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഇതൊരു സന്തോഷം. അത് ഒന്നാമത് ആ പാട്ടും പിന്നെ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞതിലും കുറേ സന്തോഷം. പ്രത്യേകിച്ച് കുട്ടികൾ കേട്ടോ, നിങ്ങൾ പാടിയ പല പാട്ടുകളുടെയും ട്രാക്കൊക്കെ പാടിയിട്ടുള്ളത് സാറാണ്. ഞാൻ പറയായിരുന്നു മറ്റേ വാർമുകിലെ എന്നുള്ള പാട്ട് ഞാനാണ് ട്രാക്ക് പാടിയത്. ഓഹോ. അതെ, പിന്നെ മറ്റേ മഴയിലത്തെ മറ്റേ ആഷാഢം പാടുമ്പോൾ ആ കുറെ ഓർമ്മകളുണ്ട്, നല്ല നല്ല ഓർമ്മകളുണ്ട്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. കാണാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും താങ്ക്സ്. കുട്ടികളുടെ പാട്ടുകൾ കേൾക്കാനും നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അങ്ങനെ പ്രദീപ് സാറും വന്ന് നമ്മുടെ ഫ്ലോർ കുറച്ചുകൂടെ പോസിറ്റീവ് ആക്കി അല്ലേ. ബാബുക്കയുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ് വീണ്ടും നമുക്ക് പാടി തന്ന്. അപ്പൊ നമുക്ക് അടുത്തതൊരു ചാലഞ്ച് റൗണ്ടിലേക്ക് പോവാം. എന്ത് പറയുന്നു? റെഡി? ചലഞ്ച് ചെക്ക്. ഓക്കെ. പാടാൻ വരുന്നത് നമ്മുടെ സ്വന്തം അർജുട്ടൻ. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലെ ബ്യൂട്ടിഫുൾ സോങ്. സിനിമയും ബ്യൂട്ടിഫുൾ, പാട്ടും ബ്യൂട്ടിഫുൾ. എങ്ങനെ ഉണ്ടായി? കുറച്ച് ടഫായിരുന്നോ? എന്ത് പറ്റി? തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, അല്ലാതെ ഇത് പാടി ഒപ്പിക്കാത്ത പാട് കിട്ടും. ശബ്ദം മാറുന്ന ആ ഒരു ടൈമിന്റെ ആയിരിക്കും അല്ലേ. ഓക്കെ, നമുക്ക് ചോദിക്കാം. ചേട്ടാ മോനെ, എന്തോ മോന്റെ ദിവസം ആയിരുന്നോ ചക്കരെ? എന്ത് തോന്നി? പാട്ടിച്ചിരി ടഫ് പാട്ടാണ് അല്ലേ? ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സോങ്. പാട്ടിച്ചിരി ഘനമാണ്. ആ ഘനമാണ്. അത് എടുത്തത് മോന് എന്റെ ധൈര്യം അപാരം തന്നെ കേട്ടോ, സമ്മതിച്ചിരിക്കുന്നു. കാരണം അത് നന്നായി പഠിച്ച് നന്നായി പാടിയിട്ടുണ്ട്. പക്ഷെ മോന് ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു 3-4 മിനിറ്റ് മോൻ്റെ ബെസ്റ്റ് ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിലോട്ട് പോകണില്ല. ഈ തൊണ്ട പോയാൽ തന്നെ നമ്മളുടെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വെള്ളി അടിക്കിടയ്ക്ക് ചിലപ്പോൾ അല്ലേ സ്റ്റക്കായി പോകുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ മോനെ, അടുത്ത പാട്ട് മോൻ നന്നായിട്ട് പാടുക. പക്ഷെ മോൻ ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി കേട്ടോ. നന്നായി പഠിച്ചു, ആ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ നമുക്ക് ആ ഈ ഒരു സമയത്ത് നമ്മളുടെ കൂടെ പ്രകൃതി നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന് മോൻ എന്തോ ഒരു ചെറിയൊരു കേട്ടോ, കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം മോൻ ഇത്തിരി കൂടെ നന്നായിട്ട് ഈ തൊണ്ടയൊക്കെ ശ്രദ്ധിച്ച് വരാൻ നോക്കുക കേട്ടോ. നമ്മളെപ്പോഴും തൊണ്ട
പോയിരിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഓരോ തവണയും, അങ്ങനെ പാടില്ലല്ലോ. അതിന് മോൻ പറയുന്നല്ല പറഞ്ഞാൽ നമുക്കതൊരു എക്സ്ക്യൂസ് ആക്കണ്ട കേട്ടോ. ഓക്കെ മോനെ, ഗോഡ് ബ്ലെസ് യു. ശരത് സർ, മക്കളെ എന്തോ ഇതിന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് നമ്മൾ എന്ത് പറയാനാ? മോൻ അസാധ്യ ഒരു പാട്ടുകാരനാണ്. പക്ഷെ നീ പിടിച്ച വഴിക്കൊന്നും നിൽക്കുന്നില്ല. ഒരുമാതിരി തലതെറിച്ച പിള്ളേരെ പോലെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവാ ശബ്ദം. അതിൻ്റെ കൂടെ ഘനമായില്ല എന്ന് പറയുകയും ചെയ്യുന്നു രാഹുൽ. അത് നീ അത് ഈ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് മോനെ അത് പാടിയാൽ പറ്റാത്തത്. അതുകൊണ്ടാണ്. അല്ല, അവൻ ജ്ഞാനസ്ഥനാണ്, ഉഗ്രമായിട്ട് പാടുന്ന ചെക്കനാണ്. അതുകൊണ്ടാണ്. ചില ഏരിയയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ മോനെ, പക്ഷെ അത് വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് ആഹാന്ന് തോന്നിയ സ്ഥലങ്ങൾ വളരെ കുറവാണ്. മറ്റെല്ലാം മോന് സ്ട്രെയിനും പിന്നെ വെള്ളി പോട്ടെ, അത് കുഴപ്പമില്ല. ആ സ്ട്രെയിൻ കൊണ്ട് മോനെ അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പാട്ട് നിൻ്റെ മനസ്സിലുണ്ട്, ആ സംഗതികളൊക്കെ മനസ്സിലുണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് നമ്മൾ പാടി ഫലിപ്പിക്കണ്ടേ. അത് കുഴപ്പമില്ല. അപ്പം വിഷമിക്കേണ്ട ആവശ്യമില്ല. വിഷമിക്കണ്ട, അത് നമ്മുടെ ആർക്കും വേണേൽ പറ്റാടാ. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് കച്ചേരി, അപ്പോൾ അതുവരെ കച്ചേരിക്കൊന്നും വരണമെന്നൊരു താല്പര്യമൊന്നുമില്ല. കാരണം ഞാൻ അവിടെ നിന്ന് പാടുന്ന കണ്ട് വിഷമിക്കണമെന്നോ എന്നുള്ളതുകൊണ്ട് വൈഫ് വരാറില്ല. ഇതിന് ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചാൽ എന്നാ വാ, സന്തോഷം. അപ്പൊ എനിക്ക് അതൊരു എക്സ്ട്രാ ടെൻഷനായി. പുറത്ത് സന്തോഷം ഉണ്ടെങ്കിൽ ഇവളും കൂടെ മുമ്പിൽ വന്നിരുന്നിട്ട് പാട്ട് കൈവിട്ട് പോരുതല്ലോ. അപ്പോൾ സാധാരണ 2-2.5 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ 8 മണിക്കൂറൊക്കെ ആക്കി പ്രാക്ടീസ്. ഒരു 1-1.5-2 ദിവസത്തിൽ എൻ്റെ ശബ്ദം അടഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? ആ സഭക്കാർക്കാണെങ്കിൽ അവരുടെ പ്രധാന പ്രോഗ്രാമാണ് എൻ്റെ. അപ്പം ഞാൻ എങ്ങനെ നമുക്ക് സോറി പറയുന്നതിനല്ല അവിടെ പറഞ്ഞാൽ അവർ വിചാരിക്കും നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയതാണ്. ഞാൻ പോയി അവിടെ ഇരുന്നു. എൻ്റെ മുമ്പിൽ എൻ്റെ വൈഫ് ഇരിപ്പുണ്ട് ഫ്രണ്ട് റോയിൽ. കാര്യം എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ ശബ്ദം ഇതാ. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വയ്യ, തൊണ്ട മുഴുവൻ അടഞ്ഞ്. അപ്പോൾ ആളുകൾ പിൻ ഡ്രോപ്പ് സൈലൻസ്. എൻ്റെ അവസ്ഥ അവർക്ക് മനസ്സിലായി. ഞാൻ ഈ ഒരു കീർത്തനം പാടി നിർത്തിയിട്ട് ഞാൻ അടുത്ത വട്ടം വന്ന് പാടാമെന്ന് പറഞ്ഞു. എന്നിട്ട് പാടുന്ന ഇതാണ്. കാറ്റും കോടും മഴയും എല്ലാം കൂടി ഒരു വല്ലാത്തൊരു എനിക്ക് വിഷമം വന്നിട്ട് എനിക്കാകെ എൻ്റെ വൈഫാണെങ്കിൽ മുമ്പ് ഇരുന്ന് കരച്ചിലോട് കരച്ചിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ആകെ വിഷമമായി. വരും ശബ്ദവും ഇല്ല. ഞാനെന്ത് ചെയ്യും? ചരണം പാടി തുടങ്ങി കാരത്തീനാവേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തുറന്നെനിക്ക്. പിന്നെ ഞാനൊരു പാട്ടങ്ങ് പാടിയടാ, വെച്ച് കീറിപ്പാടി. അത്രയും നല്ലതായിട്ട് പിന്നെ പാടിയിട്ടേ അല്ല ഞാൻ. കാരണം എനിക്കൊരു അത്ഭുതം തോന്നി. അതുവരെ ഒരു ശബ്ദം ഒന്നുമില്ലാതിരുന്ന ഒരു ദാ വന്ന് നിൽക്കുന്നു. അതാണ് ചിലപ്പോൾ അത് നമ്മളെ തലയെടുത്താടാ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അടുത്തത് വെച്ചാലൊക്കെ. നീ ബോറായിട്ടല്ല പാടി കേട്ടോ, ആർക്ക് സംഭവിക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ പാടിയത്, പക്ഷെ അത് കൃത്യമായിട്ട് നിനക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സുഖം കിട്ടത്തില്ല. ശബ്ദം ഒരു ഇടർച്ചയൊക്കെ, അത് കുഴപ്പമില്ല. പിന്നെ ഘന എന്ന് തന്നെ പറയണം. ഘനശ്യാമ സന്ധ്യാഹൃദയം എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് കേട്ടില്ല? കേക്കണ്ടേ? എന്നാ പോയി കേട്ടോ. ഇപ്പൊ ഒന്ന് കേൾക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ആ ഘന എന്നുള്ളതുണ്ട്. കാര്യം അത് ദാസേട്ടൻ പാടിയ ലളിതഗാനമാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ. അത് പിന്നെ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പാട്ടുമാണ്, MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പാട്ടാണ്. ഒരു അസാധ്യ കോമ്പസിഷൻ. ഞാൻ പല്ലവി പാടിത്തരാം. ഘനശ്യാമ സന്ധ്യ ഹൃദയം നിറയേ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യാ ഹൃദയം നിറയേ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യാ ഹൃദയം. പണ്ട് ലളിതഗാന വേദികളിലൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് അത് ദാസേട്ടനെ പാടിയേക്കുന്നത്. വസന്തങ്ങൾ ചിന്തുകളും പാടി
വനജോത്സ്ന കൈക്കൊമ്പിൾ നീട്ടി വസന്തങ്ങൾ ചിന്തുകളും പാടി വനജോത്സ്ന കൈക്കൊമ്പിൾ നീട്ടി രാസകേളിരമണീയം മകരന്ദബിന്ദുവിൽ മയങ്ങി ഘനശ്യാമ സന്ധ്യാഹൃദയം. അസാധ്യ പാട്ടാ. കേൾക്കണം കേട്ടോ മക്കളെ. മക്കളെ ഇത് പറഞ്ഞതേ ഉള്ളു കേട്ടോ. അതേ ഉള്ളു മുത്തേ. ഓക്കെ, താങ്ക് യു ശരത് സർ. ചേച്ചി മോനെ എന്തോ സൂപ്പർ ആയിരുന്നടാ. താങ്ക് യു ചേച്ചി. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇത്തരത്തിലൊരു രാഹുൽ ചേട്ടൻ പറഞ്ഞ പോലെ ഇത്തരത്തിലൊരു പാട്ട് എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ചങ്കുറ്റാണ്, ഒരു ധൈര്യമാണ്. കാരണം രാജാ സാറിൻ്റെ ഒക്കെ ഇങ്ങനത്തെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പാടാൻ. കേൾക്കുന്ന അത്ര ഈസി അല്ല അത് പാടാൻ. കുറേ നേരം എടുത്തോ അത് പഠിക്കാൻ? ആ ഒത്തിരി ദിവസം എടുത്തോ? അടുത്ത് പാടണം എന്നുണ്ടായിരുന്നു അല്ലേ? ഒരുപാട് നന്നായിട്ട്. ശബ്ദം സമ്മതിച്ചില്ല. 1-2 ദിവസം എടുത്തിട്ടാ പഠിച്ചത്. ശബ്ദം സമ്മതിച്ചില്ല. അത് ആ ഒരു വേദന നമുക്ക് മനസ്സിലാവും. ഒരു പാട്ട് പാടാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത് എല്ലാം പാടണം എന്നുണ്ട്, പക്ഷെ ശബ്ദം നമ്മളെ സഹായിക്കാണ്ടിരിക്കുമ്പോൾ ആ പാടുന്ന ആൾക്ക് ഭയങ്കര വിഷമാ അല്ലേ? നന്നായിരുന്നു മോനെ, നല്ല ഇൻവോൾവ് ചെയ്ത് പാടി. പാട്ട് അങ്ങനെ ഒരു സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പാട്ടിന്റെ ഭാവം ഉൾക്കൊണ്ട് പാടി മോൻ. എനിക്ക് ആ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടിത്തരും. ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നീ കുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം. വയ്യേ ചുമയോ? എനിക്കിപ്പോ അവന്റെ കൂടെ പാടിയപ്പോ എന്റെ DT വെച്ച പോലെ ഉണ്ടായിരുന്നു. ഡ്യുവൽ ട്രാക്ക്. ഒന്നുകൂടെ പാടിയേ. സെയിം ടോണാണ്. ഏകദേശം. ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നീ കുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം. ഒരു ഫീമെയിൽ ഒരു ടിന്റ് ഉണ്ട് വോയിസില്. മോളല്ല മോനെ ഇനി മഞ്ചരി പാടുന്ന പാട്ടിനൊക്കെ ഈ 2 ട്രാക്ക് ചെയ്യും. അപ്പൊ മോനൊന്ന് പോയി സഹായിക്കണം കേട്ടോ. പേയ്മെന്റിന്റെ പാതി തരും. അസലായിരുന്നടാ. എനിക്ക് ഈ വിഷമിച്ച മുഖം കാണുമ്പോ എനിക്ക് ഞാനൊരു പാട്ട് പാടിത്തരാം. മക്കളെ നന്നായിട്ട് പാടിയതാ. ഞാനൊരു പാട്ട് പാടിത്തരാം. നല്ല തമാശ പാട്ട്. അവൻ ഉറങ്ങിപ്പോയി. രാജരാജെന്ന് പറഞ്ഞാ നാണോ? ഇതെന്ന് വെച്ചേ നാണം വരുന്നായിരുന്നു. ഒരു ചക്കര കുട്ടി. പഞ്ചാരക്കുട്ടി. പാറുവിന് ഡാൻസ് ചെയ്യണമെന്നുണ്ടോ? പാറു, എനിക്ക് എന്റെ ഒരു ആഗ്രഹമാണ്. ആ പല്ലവി മോനൊന്ന് പാടി കൊടുക്കണേ. അതിന് നിന്റെ ആ പെടലി വെട്ടിക്കുന്നത് അത് ബ്യൂട്ടിഫുൾ. അത് ഞാനിവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നീ വെറുതെ കാണിച്ചിട്ടാ ഞങ്ങൾ ഞെട്ടി. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ഞെട്ടിത്തരിക്കും. പാച്ചു, നീ അങ്ങ് മടി പിടിച്ചിരിക്കാറോ? ഒന്ന് ഹെഡ്ഫോൺ വെക്കും. നീ ഒന്ന് വായിച്ചു കൊടുക്കുക. ആ ഘനശ്യാമത്തിന് പെടലി വെട്ടിക്കും. റെഡി പാറു? ലെറ്റ്സ് സ്റ്റാർട്ട്. 1 2 3 1 2 3 4 1 2 പാറു. ഈ കുട്ടിക്ക് ഇത്രയും കഴിവുകളുണ്ടായിരുന്നുള്ള സൂപ്പർ സൂപ്പർ. ഒരു രക്ഷയില്ല. സൂപ്പർ പാറു. പെട്ടെന്ന് ചെയ്ത മനോഹരം. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. സൂപ്പർ പാറു. ലവ് യു ചക്കനെ. പാറുവിന്റെ ഡാൻസ് കാണാൻ നിനക്ക് മാർക്കില്ലടാ. മാർക്ക് മുഴുവൻ പാറുവിന്. 800. ഓക്കെ, അപ്പൊ ഇനി മാക്സ് ചേച്ചി. തക്കടു, ഇന്ന് സാങ്കേതിക തടസ്സം ഉള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ മോന് നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ട്. ഓക്കെ, 7.9. സാങ്കേതിക തടസ്സത്തിനുള്ള മാർക്കാ അത്. ഓക്കെ, ശരത് സർ. പറ മോനെ, ഞാൻ എത്ര ആയിരിക്കും? നീ എന്നിൽ നിന്ന് എത്ര പ്രതീക്ഷിക്കുന്നു? 82 മതി. അയ്യോ ശരി, 8.2 മക്കളെ. താങ്ക് യു ശരത് സർ. രാഹുലേട്ടാ 7.9. ഞാനത് ആദ്യം വിചാരിച്ചു ഇത് എങ്ങനെ മനസ്സിലായി? നല്ല കാര്യം നിങ്ങളെ അടുത്തിരുത്താതിരുന്നത്. 7.9. ഓക്കെ, സോ ടോട്ടൽ 24.
ഓൾ ദി ബെസ്റ്റ് അർജു. താങ്ക് യു. അടുത്തായി ബാബുക്കയുടെ റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ സ്വന്തം ശ്രീഹരിക്കുട്ടൻ. വിജനതീരമേ കണ്ടു വിരഹിണിയാമൊരു ഗായികയെ മരണകുടീരത്തിൽ മാസ്മരനിദ്ര വിട്ടു മടങ്ങി വന്നൊരു പ്രിയ സഖിയേ വിജനതീരമേ ശ്രീഹരി, എന്തോ ഒരു വലിയ പാട്ടെടുത്തിട്ടാണല്ലോ അവിടെ വന്നെ. എങ്ങനെയുണ്ടായി? കുഴപ്പമില്ലായിരുന്നു. ഓക്കെ ചേച്ചി. ശ്രീഹരി, ഓ നന്നായിരുന്നു. താങ്ക് യു മാം. ആസ്വദിച്ച് പാടിയോ? ഇഷ്ടമാണോ ഈ പാട്ട്? എനിക്ക് മോനെ പാടുന്ന ചില സ്ഥലങ്ങളൊക്കെ പല്ലവിയൊക്കെ കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി ആവാമായിരുന്നു. വിജന തീരമേ. ആ നെക്സ്റ്റ് ലൈൻ പാടൂ. കണ്ടുവോ നീ ആ അതിനൊരു സസ്റ്റെയിൻ ഉണ്ട്, അത് പെട്ടെന്ന് അങ്ങ് കട്ടായി പോകുന്നു. പിന്നെ കൂടുതൽ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നുണ്ടോ വോക്കൽ കോഡ്സിൽ? അത് കാറ്റ് ഇങ്ങനെ വല്ലാണ്ട് മുടിയൊക്കെ പറഞ്ഞു മഞ്ചരിയായിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. പിന്നെ നഖം കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത ബ്ലോക്ക്. ചേച്ചി അത് nails ആണോ? ഞാൻ വിചാരിച്ചു റിങ് ഇട്ടേക്കുവാന്ന്. കണ്ടില്ലേ? ഓ സൂപ്പർ, താങ്ക് യു. ആ അപ്പൊ നമ്മൾ എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്? കാറ്റ് കാറ്റ് കാറ്റ്. പാട്ടിലെ കാറ്റ്. മൊത്തത്തില് പല്ലവി അനുപല്ലവി എല്ലായിടത്തും ഇങ്ങനെ കാറ്റിന്റെ ഒരു ഇത് കൂടുതലാണ് മോനെ. അതൊന്ന് ശ്രദ്ധിക്കണം. വോയിസിനെ വല്ലാണ്ട് അത് എഫക്ട് ചെയ്യും കുറച്ചുകൂടെ കഴിയുമ്പോൾ. സ്ട്രെയിന് കൂടും കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ പാട്ടൊക്കെ അങ്ങ് ആദ്യമൊക്കെ നല്ല ഫോഴ്സിൽ തുറന്ന് പാടി, പിന്നെ പിന്നെ അതിങ്ങനെ ക്ഷീണിച്ചു, ശബ്ദം ക്ഷീണിച്ച് അതിൻ്റെ കൂടെ കുറേ കാറ്റും കയറി. അപ്പം അതൊന്ന് ഇനി ശരിയാക്കിയാൽ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാവാം. പാട്ട് പഠിക്കാത്തോണ്ടല്ല, പാട്ട് അറിയാം, ഈ പാട്ട് നല്ലോണം കേട്ടിട്ടുമുണ്ട്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കാം. എനിക്കതാണ് തോന്നിയത്. ഇതിനകത്ത് ത്രൂ ഔട്ട് ദ സോങ് ക്ലാരിറ്റി കുറച്ചൊന്നും കൂടി ഒന്ന് ഒരു ഫൈൻനെസ്. പിന്നെ ഈ ഫിനിഷിങ് ലാൻഡിങ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്യണം. ഒരു ചെറിയ ചെറിയ രീതിയിലൊരു സസ്റ്റെയിൻ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. സസ്റ്റെയിൻ ആവശ്യമാണ്. ആ പാട്ടിൽ സസ്റ്റെയിൻ വരുമ്പോൾ എല്ലാ പാട്ടിലും ശ്രദ്ധിക്കണം. കുറച്ചൊരു സസ്റ്റെയിൻ ഇടുമ്പോഴേ അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ തൊണ്ടയ്ക്ക് കയറി പിടിച്ചാൽ മതി ഇരിക്കും. ഓക്കെ, നല്ല നല്ല സോങ് സെലക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ബുദ്ധിമുട്ടാണ്. ഈ പാട്ട് പാടി ഫലിപ്പിക്കുക, ഈ പാട്ടിൻ്റെ ഒരു ഇമോഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ശരിക്കും ഇതിൻ്റെ ഒരു വലിയ ഒരു ഘടകം ഇന്നത്തെ ഓർക്കസ്ട്രയാണ്. അവർക്കാണ് വലിയൊരു കയ്യടി ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അമ്മാതിരി ഒരു മൂഡാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം അതിനോടൊപ്പം ചേർന്ന് പാടുക എന്നുള്ള ദൗത്യം മാത്രമേ ഉള്ളൂ മോനെ. അത് പാടുമ്പോൾ ഇന്ന കാര്യങ്ങൾ കൂടി കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ മനോഹരായനെ, ഇതിൽ കൂടുതൽ നന്നായനെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. മക്കളെ ചക്കരെ, ഇത് ആരാ പാടിയത്? പാടിയത് കെ ജയേശുദാസ് സാർ. അതാ ചേട്ടൻ, നിനക്കെന്തോ അനാവശ്യ ബേസ്. വേറെ മര്യാദക്ക് നിൽക്കുമ്പോ കഴിച്ച ഇല്ല. ഇത് ആരാ പാടി? യേശുദാസ്. പെട്ടെന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചോ? സംസാരിക്കുമ്പോഴും ആ ഒരു കാറ്റ് കയറി വരുന്നുണ്ട്. മക്കളെ, ഉഗ്രം പാട്ട്. ഇത് കണ്ടിട്ടുണ്ടോ മോൻ? ഈ ഒരു ആരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്? പേരറിയില്ല. കുടുങ്ങി മറന്നു വേണം. അറിയാമോ മോന്? അറിഞ്ഞൂടാന്ന് പറഞ്ഞു. അവൻ ആദ്യം ഇട്ട് നോക്കിയിട്ടുണ്ടാവും. പിന്നെ പാട്ടിലേക്ക് അല്ലേ? മക്കളെ, അത് നിൽക്കട്ടെ, നമ്മളിത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ആരാന്ന് കേട്ടോ. അപ്പൊ മോനെ, ആ എവിടെ എന്നുള്ള ലാസ്റ്റ് എവിടെ ഒന്ന് പാടിത്തരുമോ? ആ അത് മോനെ കുറച്ചും കൂടെ ക്ലാരിറ്റി ഇടാ. അതൊക്കെ അത് ശരിയായിക്കൊള്ളുക. കണ്ടു ഇപ്പൊ മഞ്ചരി പാടിച്ചു, അത് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വരുത്താം മോനെ. വിജന തീരമേ കണ്ടുവോ നീ. ഗായികേ, അതല്ല
ആ മോനെ ഗായിക ഈ എല്ലാ ഏയ്ക്ക് വരെ ഈ എന്നാ കേൾക്കുന്നത്. ഗായികയേ 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 ഗായിക ഗായികയേ ഏ ഒന്നാ നമ്മൾ ABCD പഠിക്കുമ്പോൾ എ അല്ലേ പഠിക്കുന്നത്, ഈ എന്നാണോ EBCD എന്നാണോ? അപ്പൊ പിന്നെ ഏന്ന് പറ കേക്കട്ടെ. നല്ല പാട്ടുകാരനാ നീ, നല്ല സുഖം മോനെ മോ പാടുന്ന കേക്ക. ആ മാസ്മര എപ്പോഴാ അത് ഒന്ന് ഇടയ്ക്കൊരു കാറ്റിന്റെ കൊടുങ്കാറ്റടിക്കും. മക്കളൊന്ന് കൃത്യമായിട്ട് പാടിക്കുക. നീ നന്നായിട്ട് പാടും ഉറപ്പാ, അത് ഒന്ന് പാടിക്കോ. ഇപ്പോഴാടാ നന്നായിട്ട് പാടുമെന്ന് പറഞ്ഞത്. അത് കേക്കട്ടെ. വെരി ഗുഡ് മോനെ, വെരി ഗുഡ്. പിന്നെ രജത മോനെ, രജത മേഘമേ മേഘ ആ മേനെ മേഘമേ എന്നാ പാടുന്നത്. രജത മേഘമേ മേഘ. ആ അത്രയല്ലടാ, നഖത്തിന്റെ കായല്ല, ഈ മറ്റേ ഖ. ആ കണ്ടുപോകൊക്കെ ശരിയാ. പിന്നെ അടുത്തത് അതൊക്കെ ഓക്കെ വിട്ടോ. പിന്നെ പാടിയപ്പോ ഈ രാഗത്തിന് എന്താ സംഭവിച്ചത് അത് മോന് മനസ്സിലായോ? നമ്മളൊരു പാട്ടുകാരനായിട്ട് മോൻ അത് ഫീൽ ചെയ്തോ? അവിടെ എന്തെങ്കിലും ഒരു കുഴപ്പം ഫീൽ ചെയ്തോ? ടോണിന്റെ അല്ലടാ മോനെ, വല്ലാണ്ട് അങ്ങ് ഷാർപ്പായി പോയി. അങ്ങ് കയറി അന്ധകാരണത്തിൽ പിടിച്ച് അങ്ങനെ വരരുത്, നോക്കണം. കാര്യം ചെറുപ്പമല്ലേ, ഈ പ്രായത്തിലൊക്കെ നിങ്ങൾ കട്ടയ്ക്ക് നിൽക്കണടാ മോനെ. ആ മൃതിയുടെ മാറില്ല, അതൊന്നും ആ ലൈനൊന്ന് പാടാമോ? മൃതിയുടെ മാളത്തിൽ വീണു തകർന്നു മൃതിയുടെ മാളത്തിൽ വീണു എന്നാ മോൻ പാടുന്ന അതല്ല. വീണു തകർന്ന അത് നോട്ടിൽ പിടിച്ചോണം കേട്ടോ, മറ്റേ ചെറുത് കയറി പിടിച്ചു കളയരുത്, അത് ആ സ്കെയിലില്ല കേട്ടോ. ആ ലാസ്റ്റ് മടങ്ങി വന്നത് അതൊന്ന് വിട്ടു മടങ്ങി മക്കളെ അല്ലടാ, മടങ്ങി വന്നോരൻ മടങ്ങി വന്നോരൻ അത്രയില്ലടാ, മടങ്ങി വന്നോരൻ ബലേഭേഷ് അത് പിടിച്ചു വെച്ചോണം കേട്ടോ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ മടങ്ങിയേ വരത്തില്ല, ഒടിഞ്ഞു വരും. എന്തെങ്കിലും ബാക്കിയുണ്ടോ? നൈസ്, ഓൾ ദി ബെസ്റ്റ്. അല്ല അവൻ അവിടെ വിചാരിക്കേ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? നീ ഒരാളും കൂടെ ബാക്കിയുണ്ടോ? എടാ മോനെ ചക്കരെ, എടാ നീ ഈ സംഗതികള് ഇപ്പൊ അണ്ണാച്ചി ശരത്തണ്ണം പറഞ്ഞ പോലെ ഈ സംഗതികൾ ഓരോന്ന് എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ചില വീഡിയോസ് കണ്ടിട്ടില്ലേ, ചില ഇൻഫ്ലുവൻസേഴ്സിന്റെ, അതായത് പാടി തെറ്റിയത് പാടി കറക്റ്റ് ചെയ്യുന്ന. ആ പ്രോസസ് ഇസ് ആക്ച്വലി വെരി യൂസ്ഫുൾ. നമ്മൾ പഠിക്കുമ്പോൾ ചെയ്ത് സ്ലോ ആയിട്ട് പാടി നോക്കണം, പാടി അത് കറക്റ്റ് ചെയ്തിട്ട് വേണം. അല്ലാണ്ട് ഏകദേശം ഒപ്പിച്ച് നമ്മളിപ്പോൾ പാട്ടിൻ്റെ ടെമ്പോയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒപ്പിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് തോന്നും, മ്യൂസിക്കിൻ്റെ ഒക്കെ ഇപ്പോൾ പാടുമ്പോൾ ഫൈനാന്ന് തോന്നും. പക്ഷെ ഇങ്ങനെ എടുത്ത് പാടാൻ പറയുമ്പോൾ നിനക്ക് പാടാൻ ബുദ്ധിമുട്ട് വരണം. അതുകൊണ്ടാണ് ഇപ്പം എല്ലാം നിർത്തിയപ്പോൾ മ്യൂസിക് ഇല്ല. ഒരു സംഗതി അണ്ണാച്ചി ഒരു സംഗതി പാടാൻ പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ കറക്റ്റ് നോട്ട് കിട്ടണില്ല, കാരണം നമ്മളങ്ങനെ സ്ലോ ആയിട്ട് പാടി പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട്. അങ്ങനെ ചെയ്യണം കേട്ടോ. അതാണ് നമ്മുടെ ഒരു ഇങ്ങനെയുള്ള പാട്ട് ഭയങ്കര ഫൈനായിട്ടുള്ള സംഗതികളുള്ള പാട്ടുകളല്ലേ. അപ്പം നമ്മളെടുത്ത് ആ സീരിയസ്നെസ് അതിന് കൊടുക്കണം. അങ്ങനത്തെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള അങ്ങനത്തെ കോമ്പസിഷൻസാണ്. അപ്പോൾ അതിന് നമ്മളൊരു റെസ്പെക്റ്റ്, നമ്മൾ വെറുതെ ആ പാട്ട് നന്നായി ഫീലെടുത്ത് പാടിക്കണം കേട്ടോ. നന്നായി ഫീലിൽ പാടി അത് നന്നായി പഠിച്ചിട്ടുമുണ്ട്, എല്ലാം ഞാൻ സമ്മതിച്ചു. ഞാൻ പറയണെന്ന് വെച്ചാൽ ഈ ചെറിയ സംഗതികളില്ലേ
അത് മോൻ സ്ലോ ആയിട്ട് വിത്തൗട്ട് എനി മ്യൂസിക് പാടി 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 ഒരു 10 പ്രാവശ്യം പാടുമ്പോൾ ശരിയാവില്ലേ? എത്ര ടഫ് സംഗതിയാണെങ്കിലും 5-8 തവണ പാടുമ്പോൾ കറക്റ്റ് ചെയ്യാം. അങ്ങനെ പാടി സ്ലോ ആയിട്ട് പാടി ശരിയാക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എഴുതിയതാണ്, സംഗതികൾക്കൊരു കംപ്ലീഷൻ ഇല്ലായ്മ പലയിടത്തും തോന്നി, മനസ്സിലുണ്ട്. പക്ഷേ തൊണ്ടയിലേക്ക് വരണമെങ്കിൽ നമ്മളത് പാടിയിട്ടുണ്ടാവണം. എന്നാലേ നമ്മുടെ ബ്രെയിനത് നമ്മുടെ തൊണ്ടയിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മനസ്സിലുണ്ടാവും, പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. അങ്ങനെയല്ല മഞ്ജരി, നിങ്ങൾ ഒക്കെ കറ തീർന്ന സിംഗേഴ്സ് ആയതുകൊണ്ട് ചോദിക്കുകയാണ്. അങ്ങനെയല്ലേ? നമ്മൾ ഒരു തവണയെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ബാക്ക് ടു ഇറ്റ് അല്ലേ? പക്ഷെ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ വളരെ വാലിഡ് പോയിന്റ് ആണ്. സ്ലോ ആയിട്ട് പാടി പഠിച്ചാലേ അത് തൊണ്ടയിൽ നിൽക്കുള്ളൂ, മനസ്സിലുണ്ടാകത്തുള്ളൂ മോനെ ആ ഒരു രൂപം എന്താന്നുള്ളത്. മോനി സംഗതിയൊക്കെ പാടിയത് കൊണ്ടാണ് ഞാനീ പറയുന്നത് കേട്ടോ. സ്ലോ ആയിട്ട് പഠിക്കണം. നമ്മളത് എങ്ങനെയെങ്കിലും ഒപ്പിച്ചത് നല്ല രസമായിട്ട് പാടി. അത് ഇപ്പം നമുക്ക് കൈയടിക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്കൊരു മോൻ ആ ഒരു കംപ്ലീഷൻ ഒന്നും കൂടെ ഒന്ന് ഫുള്ളായിട്ടുള്ള ഹാർട്ട് അതിൽ പുട്ട് ചെയ്തിട്ട് വേണം പാടാൻ കേട്ടോ. ചക്കര അത്രേ ഉള്ളൂടാ കേട്ടോ. അപ്പോൾ ഇനി മുതൽ പാടുമ്പോൾ അത് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ് കേട്ടോ. ഗോഡ് ബ്ലെസ്. താങ്ക് യു രാഹുലേട്ടാ. ഓക്കെ, ഇനി ചോദിക്കാം ചേച്ചി. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ ഒരു അറ്റംപ്റ്റിന് മോനെ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നത് 7.5 ആണ്. താങ്ക് യു ചേച്ചി. ശരത് സർ, മക്കളെ എത്ര കിട്ടൂടാ? 8 നീ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തരും. ഇല്ല അതാ പിന്നെ 8 കൊടുക്കാല്ലേ പാറു, അവൻ ആഗ്രഹിച്ചത് എടുത്തോടാ. 8 മാർക്ക്. എന്നാ പിന്നെ 10 ചോദിക്കായിരുന്നില്ലേ? അതാരും ഞാൻ അങ്ങ് പോയാ തരുന്നത്. അവൻ ചോദിക്കത്തില്ല, അതറിയാം. അവൻ ഇച്ചിരി സെൻസിബിൾ കൈയാണ്. ഓക്കെ, താങ്ക് യു ശരത് സർ. ഇറ്റ്സ് ഓക്കെ. ചക്കര 7.9. താങ്ക് യു ചേട്ടാ. സോ ടോട്ടൽ 23.4. ബാക്കി റൗണ്ട്സ് പിടിക്കണം നമുക്ക്. ഓക്കെ, അങ്ങനെ ശ്രീഹരിയുടെ പാട്ടും കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോവാൻ സമയമായി. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. എന്നാ പോട്ടെ, യെസ്, നാളെ കാണാം. നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. ബൈ.